അല്ല, ബി.ജെ.പിയുടെ നേതാക്കൾ ഇങ്ങനെ സർക്കാർ പരിപാടിയിൽ ഒരു റോളുമില്ലാത്ത ബി.ജെ.പിയുടെ സംസ്ഥാന നേതാക്കന്മാർ കയറിയിരിക്കട്ടെ, ജനാധിപത്യ സംവിധാനത്തിൽ ജനങ്ങൾ അവരെ വലിച്ച് താഴ്ത്തിടും. അതാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യം. അതിനിപ്പോൾ അതേ അർത്ഥത്തിൽ മറുപടി പറയാൻ ഞങ്ങൾക്കറിയില്ല. ഞങ്ങളെ പ്രസ്ഥാനം അത്തരം സംസ്കാരങ്ങളെ പഠിപ്പിച്ചിട്ടില്ല. ഒരു വിഷയത്തിലെ അതിൻ്റെ ന്യായവും അന്യായവും പറയുന്നതിന് പകരം വ്യക്തി അധിക്ഷേപം നടത്തുക, വ്യക്തിഹത്യ നടത്തുക, അതിലൂടെ യഥാർത്ഥ അജണ്ടയെ വഴിമാറ്റുക എന്നുള്ള ലക്ഷ്യമാണ്. ഒരു മനുഷ്യനെ ഏറ്റവും അധികം തളർത്താൻ പറ്റും, ഒന്നുകിൽ കായികമായി ആക്രമിച്ച് ശരിപ്പെടുത്തുക, അല്ലെങ്കിൽ വ്യക്തി അധിക്ഷേപം നടത്തലാണ്. ഒരു മന്ത്രി എന്ത് പ്രവർത്തനം നടത്തി, എന്ത് നടത്തിയില്ല, അതിലെ പോരായ്മ എന്ത്, അതിലെ ഗുണമെന്ത് എന്ന് ചർച്ച ചെയ്യാം, വിമർശിക്കാം. അതിന് പകരം വ്യക്തി അധിക്ഷേപം നടത്തിയാൽ ആകെ തളർത്തിക്കളയാം, ആത്മവിശ്വാസം അങ്ങനെ തളർത്തിക്കളയാമെന്ന് ആരെങ്കിലും കരുതുന്നുണ്ടെങ്കിൽ അതിന് നിന്നു കൊടുക്കുന്നവരല്ല കമ്മ്യൂണിസ്റ്റുകാരും ഇടതുപക്ഷ പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തകരും. ഞങ്ങൾ പഠിച്ച് വളർന്നു വന്നത് അങ്ങനെയല്ല. അതുകൊണ്ട് വ്യക്തി അധിക്ഷേപം നടത്തുന്നവർ വ്യക്തി അധിക്ഷേപം നടത്തിക്കോട്ടെ, ഞങ്ങൾ വിഷയത്തിൻ്റെ ന്യായം പറഞ്ഞ് മുന്നോട്ട് പോകും. രാഷ്ട്രീയത്തിൽ ആരോഗ്യകരമായ സംവാദങ്ങളും ചർച്ചകളുമാണ് വേണ്ടത്. അതിന് പകരം വ്യക്തിഹത്യകളും വ്യക്തി അധിക്ഷേപങ്ങളും നടത്തി ഈ 5 കൊല്ലം ചില കോണുകളിൽ നിന്നും തുടർച്ചയായി വന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ അത് ചില കോണുകളിൽ നിന്ന് മാത്രമാണ്. അതേ അർത്ഥത്തിലാണ് കാണുന്നത്. അതിന് അതേ രീതിയിൽ മറുപടി പറയാൻ എന്തായാലും ഉദ്ദേശിക്കുന്നില്ല. അതുപോലെ ദേശീയപാതയുടെ വിഷയത്തിലുണ്ടാകുന്ന ഇത്തരം സംഭവങ്ങൾ അപ്പോൾ ഇങ്ങനെ ഈ ബി.ജെ.പിയുടെ നേതാക്കൾ അല്ല, ബി.ജെ.പിയുടെ നേതാക്കൾ ഇങ്ങനെ സർക്കാർ പരിപാടിയിൽ ഒരു റോളുമില്ലാത്ത ബി.ജെ.പിയുടെ സംസ്ഥാന നേതാക്കന്മാർ കയറിയിരിക്കട്ടെ, ജനാധിപത്യ സംവിധാനത്തിൽ ജനങ്ങൾ അവരെ വലിച്ച് താഴ്ത്തിടും. അതാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യം. ഈ ഉദ്ഘാടനം നടന്ന കൊച്ചിയിലോ ഈ ദേശീയപാത കടന്നു പോകുന്ന ഏതെങ്കിലും സ്ഥലത്തെ എം.പിമാരെ ചടങ്ങിലേക്ക് ക്ഷണിച്ചിട്ടില്ല. യു.ഡി.എഫിന്റെ ഒരു എം.പിമാരെയും ക്ഷണിച്ചിട്ടില്ല. ആ രീതിയിൽ കൂടി ഒരു പ്രശ്നം ഉയരേണ്ടതല്ല. ഇവിടെ പി.ഡബ്ല്യു.ഡി മന്ത്രിയെ തന്നെ ക്ഷണിച്ചിട്ടില്ല. അതിലും വലുതില്ലല്ലോ. പി.ഡബ്ല്യു.ഡി മന്ത്രിയെ ക്ഷണിക്കാത്ത ആദ്യത്തെ ദേശീയപാത ഉദ്ഘാടന പരിപാടി ഏതാണെന്ന് നാളെ ചോദ്യപേപ്പർ ചോദിച്ചാൽ ഉത്തരം പറയാൻ വേണ്ടി പറ്റും. അതുപോലെ ഒരു ചോദ്യം കൂടി ഞാൻ പറയാം. ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായി ദേശീയപാത വികസനത്തിന് പണം ചെലവഴിച്ച സംസ്ഥാനം സർക്കാർ ഏതാണ് എന്ന് പറഞ്ഞാൽ കുട്ടികൾക്ക് നാളെ പരീക്ഷയിൽ ചോദ്യമായി വരാം. ഉത്തരം LDF സർക്കാരാണ്. അത് ആര് വിചാരിച്ചാലും മാറ്റാൻ പറ്റില്ല. പണി പൂർത്തിയാവാതെയാണ് ടോൾ പിരിവ് ഉദ്ഘാടനം. അല്ല, അതിൻ്റെ കാര്യങ്ങളിലേക്ക് നമ്മൾ പോയല്ലോ.